PMR ഷോ 2025 ഒക്ടോബറിൽ LDF സർക്കാർ ഒപ്പിട്ട ധാരണാപത്രമാണ്. അതാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു ധാരണാപത്രം ഒപ്പിട്ടു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം, പൊളിറ്റിക്കൽ പ്രഷർ കാരണം അത് നടപ്പാക്കാൻ പറ്റിയില്ല. ഇപ്പൊ അത് UDF നടപ്പാക്കുന്നു. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ശ്രീ അഭിലാഷ്, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒന്നുണ്ടായിരുന്നു, NEPയുടെ അംബാസിഡർമാരെ തീരുമാനിക്കുന്നതിന് വേണ്ടി സർവകലാശാലകളിൽ നിന്ന്. ഇന്നിപ്പോൾ ഈ ദിവസം ഈ സായാഹ്നമെത്തുമ്പോഴേക്കും കേരളത്തിലെ VD സതീശൻ അടക്കമുള്ള UDFൻ്റെ നേതൃത്വം, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ അവർ PM ശ്രീയുടെ അംബാസിഡർമാരായി മാറുന്ന അനുഭവത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ 2025 നവംബർ മാസം 23-ാം തീയതി ഇടതുപക്ഷ ഗവൺമെൻറ് ഒപ്പുവെക്കുന്ന നിലയുണ്ടായിരുന്നു. 20 ദിവസത്തിനിപ്പുറം 2025 നവംബർ മാസം 12-ാം തീയതി എത്തുമ്പോഴേക്കും ആ ധാരണാപത്രം മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടരുന്നതിന് വേണ്ടി ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രക്രിയകളാകെ തുടർ നടപടികളാകെ നിർത്തിവെക്കുന്നതിന് വേണ്ടി, മരവിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ മുൻപിലേക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളാകെ ചർച്ച ചെയ്ത വിവിധങ്ങളായ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ ഫെഡറൽ കാഴ്ചപ്പാടുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പല സന്ദർഭത്തിൽ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മുൻപിൽ ഇന്നിപ്പോൾ കുറച്ച് മുൻപ് ഇതേ ചർച്ചയിൽ തന്നെ എൻ്റെ സഹപാനലിസ്റ്റുകളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളാകെ കേട്ടതാണ്. ഇതേ ആളുകളടക്കം തൊട്ട് മുൻപ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിലിൽ എന്തെല്ലാമായിരുന്നു കേരളത്തിലെ ജനതയുടെ മുൻപിൽ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഈ നാട് മറന്നു പോകേണ്ടുന്ന അത്രയും സമയം എന്തായാലും നമ്മൾ പിന്നിട്ടിട്ടില്ല. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുകയും അതിൻ്റെ തുടർച്ചയും PM ശ്രീ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുകയും ചെയ്ത സന്ദർഭം മുതൽ ഈ നാടിനകത്ത് കൃത്യമായി അതിനെതിരായിട്ടുള്ള എതിർപ്പ്, അല്ലെങ്കിൽ അത് ഏതെല്ലാം നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നമ്മുടെ സിലബസിൽ, കരിക്കുലത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതടക്കമുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിനകത്തുണ്ട്. 2020 അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് 2022 മുതൽ വളരെ വലിയ സമ്മർദ്ദം രാജ്യത്തെ വിവിധ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ മുകളിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയത്, സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഒക്കെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും തന്നെ കേരളത്തിനകത്ത് അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സന്നദ്ധല്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ 2025 നവംബറിലേക്ക് എത്തുമ്പോൾ ഏത് സാഹചര്യത്തിലായിരുന്നു ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആവർത്തിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് PM ശ്രീയുമായി ഒരു ബന്ധവുമില്ലാത്ത SSK ഫണ്ട് അടക്കമുള്ള ഏത് നിലയിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടൽ നടത്തിയെന്നുള്ളതിൻ്റെ ഒരുപാട് അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ചട്ടവിരുദ്ധമായി, നിയമവിരുദ്ധമായി SSK ഫണ്ട് 2023-24 അധ്യയന വർഷം മുതലുള്ളത് തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയും PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് അനുവദിക്കൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും SSKക്ക് കീഴിലുള്ള അധ്യാപകരുടെ അടക്കം ശമ്പളം മുടങ്ങുകയും അടക്കം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇതിൻ്റെ ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്ന സ്ഥിതി ഉണ്ടായത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിമർശനം, വലിയ വിയോജിപ്പുകൾ ഉയർന്നു വന്നു. വീണ്ടും അത് പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗത്തിലുള്ള ആളുകളുടെ ചുറ്റുമുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും സമൂഹത്തിനകത്ത് വിവിധ നിലയ്ക്ക് ഇടപെടുന്ന ആളുകളുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയും തയ്യാറായ സന്ദർഭത്തിൽ വീണ്ടും ഇതിനുശേഷം 2025 നവംബർ മാസം 10-ാം തീയതി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുത്ത സംഘം വീണ്ടും കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്തുന്നുണ്ട്. SSK ഫണ്ട് വിട്ട് അവശേഷിക്കുന്ന ബാക്കിയുള്ള SSK ഫണ്ട് വിട്ടു നൽകുന്നതിന് വേണ്ടി തയ്യാറാകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലും ഇവർ SSK ഫണ്ട് വിട്ടുതരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല എന്ന സാഹചര്യം വരികയും ഈ വിമർശനങ്ങളെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്വരങ്ങളെ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ
പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതില്ല, ഇത് നിർത്തിവെക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇങ്ങോട്ടും ആ സന്ദർഭത്തിലും ഇവിടെ ഉയർന്ന വാദങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട് ഇവരുടെ നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞതിനെ കുറിച്ചൊക്കെ അങ്ങ് ഇതിന്റെ തുടക്കം മുതൽ സൂചിപ്പിക്കുന്ന നിലയുണ്ടായി. ഏറ്റവും അന്ന് ആ സന്ദർഭത്തിൽ കേരളത്തിലെ വീടുകൾ കയറി, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ കയറി, വിശിഷ്യ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അന്ന് ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള സഖാവ് ജോൺ ബ്രിട്ടാസിനെ പൊതുസമൂഹത്തിൽ വിശേഷിപ്പിച്ചിരുന്ന ഒരു പേരുണ്ട്. അന്ന് അവർ പറഞ്ഞത് മുന്നയാണ് ജോൺ ബ്രിട്ടാസ് എന്നുള്ളതായിരുന്നു. മുന്നയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും RSSുമായുള്ള ഡീലാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഇവർ നടത്തിയിട്ടുള്ള നിരവധിയായ ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇന്ന് 2026 ഈ പറഞ്ഞ പോലെ UDF അധികാരത്തിൽ എത്തി ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഘട്ടം എത്തുമ്പോഴേക്കും രാജ്യത്ത് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഇടതുപക്ഷത്തിന്റെ നേതൃത്വമായി ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ അന്ന് അവർ ആവർത്തിച്ച് മുടക്കിയ പേര് മുന്ന എന്ന പേര് കേരളത്തിലെ ലീഗിന്റെ UDFന്റെ നേതൃത്വത്തിന് വന്നു ചേരുന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തി നിൽക്കുന്നുണ്ട് എന്ന കാഴ്ചയ്ക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി ആർഷോ ലീഗല്ല പറഞ്ഞത്, വേണ്ടി തയ്യാറായത് എന്നുള്ളതും ഞങ്ങളല്ല പറഞ്ഞത്, BJPയുടെ കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത്. PM ശ്രീയുടെ അംബാസഡർമാരായി ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. ഇന്ന് PM ശ്രീയുടെ അംബാസഡർമാരായി എങ്ങനെയാണ് ലീഗും കോൺഗ്രസും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ നിൽക്കുന്നത് എന്ന കാഴ്ച നമ്മുടെ മുൻപിലുണ്ട്. ആ മുന്ന എന്ന പേര് ഇന്ന് ചേരുക VD സതീശനാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി അവസരം